നമ്മുടെ വിദ്യാലയം കണ്ണപുരം ഈസ്റ്റ് യു പി സ്കൂൾ മൊട്ടമ്മൽ. അപ്പോൾ ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒട്ടനവധി പരിപാടികൾ നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിരുന്നു. കുറേ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ തന്നെ എൻ്റെ വിദ്യാലയത്തിലേക്ക് ഒരു പൂച്ചട്ടി, അത് പൂച്ചട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക്കിന് പരമാവധി സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന്, ക്യാമ്പസിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഒരു നല്ല രീതിയിൽ തന്നെ നമ്മളോട് സഹകരിക്കുകയും ഇന്ന് രാവിലെ തന്നെ അവർ കുറേയേറെ പൂച്ചട്ടികൾ സ്കൂളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം തുടർന്ന് എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളും പരമാവധി ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് അതിനോടനുബന്ധിച്ച് പച്ചക്കറി നമ്മുടെ കണ്ണപുരം കൃഷിഭവനിൽ നിന്ന് നമുക്കൊരു 200 പച്ചക്കറിയുടെ പാക്കേജ് എന്നുള്ള രീതിയിൽ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ മണ്ണ് നിറച്ച് നടാൻ വേണ്ടി ഇന്ന് കൃഷിഭവനിൽ നിന്ന് വിത്തുകളും തൈകളും നമ്മുടെ സ്കൂളിലേക്ക് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. സ്കൂളിൻ്റെ പേരിൽ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് കുട്ടികൾക്ക് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വളരെ നല്ല ഒരു ക്ലാസ് ശ്വേതാ മാധവൻ റിസർച്ച് സ്കോളർ ബ്രണ്ണൻ കോളേജ് അവരുടെ നേതൃത്വത്തിൽ അവർ നടത്തിയ ഇന്നത്തെ കണ്ടൽ കാടുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു. ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ക്ലാസ് എടുക്കാൻ തയ്യാറായ ശ്വേതാ മാധവന് സ്കൂളിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടെന്ന് പഠിച്ചു. അതില് ഏതൊക്കെ കണ്ടൽക്കാടുണ്ട്, കണ്ടൽക്കാടിലെ ഏതൊക്കെ ഇനങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു. പ്രാന്തൻ കണ്ടലുണ്ട്, ഉപ്പട്ടിയുണ്ട്, ചെറു ഉപ്പട്ടിയുണ്ട്, കുറ്റിക്കണ്ടലുണ്ട്, പൂക്കണ്ടലുണ്ട്, ചുള്ളിക്കണ്ടലുണ്ട്, പിന്നെ ഏതാ സ്പ്രെഡ് ദ മെസ്സേജ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ ഈ ക്ലാസ് കൊണ്ട് കിട്ടിയത് അത് മറ്റുള്ളവർക്കും കൂടി. ചിലപ്പോ ഇന്ന് ലീവ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ ഉണ്ടാകാം അല്ലെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകാം അല്ലെ, വീട്ടിന്റെ അടുത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടാകാം. അപ്പൊ അവർക്കൊക്കെ ഈ കാര്യം പറഞ്ഞു കൊടുക്കുക. കണ്ടൽ ചെടികൾ എന്ന് പറയുമ്പോൾ എന്താണ്, വേസ്റ്റ് കൊണ്ടുപോയി ഇടാനുള്ള സ്ഥലമല്ല. കണ്ടൽക്കാട്ടിൽ ഇതുപോലെ കുറെ അധികം ജീവജാലങ്ങൾ വളരുന്നുണ്ട് അല്ലെ. സുനാമി വരുമ്പോ തടയാൻ വേണ്ടി കണ്ടൽക്കാടിന് സാധിക്കും. എൻ്റെ പേര് പ്രസന്നൻ. ഞാൻ കണ്ണപുരം കൃഷിഭവനിലെ കൃഷി ഓഫീസറാണ്. എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരും ഇന്ന് ഈ സ്കൂളിലെ പരിപാടിയുമായി പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഏറ്റവും കുട്ടികളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ഇനി ഭാവി തലമുറയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ മണ്ണിനെയും ഭൂമിയെയും സംരക്ഷിക്കേണ്ടതും നമ്മളുടെ കുട്ടികളാണ്, അവരിൽ നിന്നാണ് തുടക്കം കുറിക്കേണ്ടത് എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് ഞങ്ങൾ കണ്ണപുരം ഈസ്റ്റ് യു പി സ്കൂളിൽ വെച്ച് ഇവിടെ കുട്ടികൾക്ക് കൃഷി അറിവുകൾ പകർന്നു നൽകുക, അതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും നല്ലൊരു പൗരന്മാരായി വളരുന്നതിന് വേണ്ട അവർക്ക് ഭാവിയിൽ പ്രകൃതി സംരക്ഷണവും ഉൾപ്പെട്ട കാര്യങ്ങൾ അവരെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് നമുക്കറിയാം, കണ്ണപുരം ഈസ്റ്റ് LP സ്കൂള് എല്ലാ വർഷവും കുട്ടികളെ കാർഷിക മേഖലയിലും അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സ്കൂള് തന്നെ നെൽകൃഷി മുതൽ പച്ചക്കറി കൃഷി എന്ന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് കുട്ടികളെ അതിൽ സ്വയം പര്യാപ്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം.